രാജാക്കന്മാർ 2-ാം പുസ്തകം അധ്യായം 8. എലീശ താൻ മകനെ ജീവിപ്പിച്ചു കൊടുത്ത സ്ത്രീയോട്, നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് ഏതെങ്കിലും വിദേശത്ത് പാർക്കുക. ദൈവം ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു. അത് 7 സംവത്സരം ദേശത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ സ്ത്രീ ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു. അവളും ഭവനവും ഫെലിസ്ത്യ ദേശത്ത് പോയി 7 സംവത്സരം വിദേശവാസം ചെയ്തു. 7 സംവത്സരം കഴിഞ്ഞ് അവൾ ഫെലിസ്ത്യ ദേശത്ത് നിന്ന് മടങ്ങി വന്നു. പിന്നെ അവൾ തൻ്റെ വീടും വയലും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിക്കുവാൻ ചെന്നു. അപ്പോൾ രാജാവ് ദൈവപുരുഷന്റെ വൃത്യനായ ഗേഹാസിയോട് സംസാരിക്കയിൽ, എലീശ ചെയ്ത വൻകാര്യങ്ങളെല്ലാം നീ എന്നോട് വിവരിച്ചു പറയണം എന്ന് കൽപ്പിച്ചു. മരിച്ചു പോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്നു തൻ്റെ വീടും വയലും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ ഗേഹാസി, യജമാനനായ രാജാവേ, ഇവൾ തന്നെയാണ് ആ സ്ത്രീ. എലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിശദമായി പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനോട് അവൾക്കുണ്ടായിരുന്നതെല്ലാം അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണം എന്ന് കൽപ്പിച്ചു. എലീശ ദമസ്കോസിൽ ചെന്നു. അന്ന് ആരാം രാജാവായ ബെൻ-ഹദദ് രോഗിയായി കിടക്കുകയായിരുന്നു. ദൈവപുരുഷൻ വന്നിട്ടുണ്ട് എന്ന് അവന് അറിവ് കിട്ടി. രാജാവ് ഹസായേലിനോട് ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ട്, ഈ രോഗം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം ദൈവത്തോട് എന്ന് പറഞ്ഞു. അങ്ങനെ ഹസായേൽ ദമസ്കോസിലെ വിശേഷ വസ്ത്രങ്ങളിൽ നിന്നെല്ലാം എടുത്ത് 40 ഒട്ടകച്ചുമടുമായി അവനെ ചെന്ന് കണ്ടു. അവൻ്റെ മുമ്പിൽ നിന്നു, അങ്ങേ മകൻ ആരാം രാജാവായ ബെൻ-ഹദദ് എന്നെ അങ്ങയുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഈ രോഗം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീശ, നീ ചെന്ന് അയാളോട്, നിനക്ക് നിശ്ചയമായും സൗഖ്യം ലഭിക്കും എന്ന് പറയുക, എന്നാൽ അവൻ നിശ്ചയമായും മരിച്ചു പോകുമെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവന് ലജ്ജ തോന്നുമ്പോൾ അവൻ കണ്ണുപറിക്കാതെ അവനെ ഉറ്റുനോക്കി. ദൈവപുരുഷൻ കരഞ്ഞു. യജമാനൻ എന്തിന് കരയുന്നു എന്ന് ഹസായേൽ ചോദിച്ചതിന് അവൻ, നീ ഇസ്രായേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നതുകൊണ്ട് തന്നെ നീ അവരുടെ ദുർഗങ്ങളെ ചുട്ടുകളയും, അവരുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ വലിയ കാര്യം ചെയ്യുവാൻ വെറും നായായിരിക്കുന്ന അടിയൻ എന്തുള്ളൂ എന്ന് ഹസായേൽ പറഞ്ഞതിന് എലീശ, നീ ആരാമിൽ രാജാവാകും എന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എലീശയെ വിട്ട് തൻ്റെ യജമാനൻ്റെ അടുക്കൽ വന്നപ്പോൾ, എലീശ നിന്നോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു. നിനക്ക് നിശ്ചയമായി സൗഖ്യം വരും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പിറ്റേ ദിവസം അവൻ ഒരു കമ്പിളി എടുത്ത് വെള്ളത്തിൽ മുക്കി അവൻ്റെ മുഖത്തിട്ടു. അതിനാൽ അവൻ മരിച്ചുപോയി. ഹസായേൽ അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മകൻ യോരാമിൻ്റെ
5-ാം ആണ്ടിൽ യഹോശാഫാത്ത് യഹൂദയിൽ രാജാവായിരിക്കുമ്പോൾ തന്നെ യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മകൻ യഹോര രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ ഭാര്യ ആഹാബിന്റെ മകളായിരുന്നതിനാൽ അവൻ ആഹാബിന്റെ കുലം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. എങ്കിലും ദൈവം തന്റെ ദാസനായ ദാവീദിനോട് അവനും അവന്റെ മക്കൾക്കും എന്നേക്കും ഒരു ദീപം നൽകും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നത് കൊണ്ട് അവന്റെ നിമിത്തം യഹൂദയെ നശിപ്പിക്കുവാൻ തനിക്ക് മനസ്സായില്ല. അവന്റെ കാലത്ത് ഏദോമ്യർ യഹൂദയുടെ മേലാധികാരത്തോട് മത്സരിച്ചു, തങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു. അപ്പോൾ യോരാം രഥങ്ങളുമായി സായിരിലേക്ക് ചെന്നു. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏദോമ്യരെയും രഥനായകന്മാരെയും തോൽപ്പിച്ചു. ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഏദോമ്യർ യഹൂദയുടെ മേലാധികാരത്തോട് ഇന്ന് വരെ മത്സരിച്ചു നിൽക്കുന്നു. ആ കാലത്ത് തന്നെ ലിബ്നയും മത്സരിച്ചു. യോരാമിന്റെ മറ്റുള്ള വിവരങ്ങളും അവൻ ചെയ്തതെല്ലാം യഹൂദ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു. യോരാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാക്കന്മാരോടുകൂടി ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകൻ അഹസ്യ അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മകൻ യോരാമിന്റെ 12-ാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യ രാജാവായി. അഹസ്യ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 22 വയസ്സായിരുന്നു. അവൻ ഒരു സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയുടെ പേര് അതല്യ. അവൾ ഇസ്രായേൽ രാജാവായ ഒമ്രിയുടെ പൗത്രിയായിരുന്നു. അവൻ ആഹാബ് ഗ്രഹത്തിന്റെ രീതി തുടർന്ന് ആഹാബ് കുടുംബം ചെയ്തതുപോലെ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. അവൻ ആഹാബിന്റെ ഗ്രഹത്തോട് ബന്ധമുള്ളവനായിരുന്നു. അവൻ ആഹാബിന്റെ മകൻ യോരാമിനോടുകൂടി ഗിലെയാദിലെ രാമാത്തിലേക്ക് ആരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിന് പോയി. എന്നാൽ ആരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു. ആരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമയിൽ വച്ച് ആരാമ്യർ തന്നെ വെട്ടിയ മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യോരാം രാജാവ് മടങ്ങിപ്പോയി. ആഹാബിന്റെ മകൻ യോരാം രോഗിയായതിനാൽ യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യ ഇസ്രായേലിൽ അവനെ കാണുവാൻ ചെന്നിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.